ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷാഡോ വർക്കാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു സോഫ്റ്റ് ഓർഗൻഡി സാരിയിലാണ്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ വേറെ സ്റ്റിച്ചസ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിസൈനിന് കുറച്ച് ഭംഗി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഷാഡോ വർക്കിൻ്റെ ബാക്ക് സൈഡ് കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാം. ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്യുന്നത്. ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഒത്തിരി പേര് പുതുതായിട്ട് വീഡിയോ കാണാറുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഡൗട്ട്സ് വരും. ഇതിൻ്റെ ബാക്കിൽ ഡിസൈൻ വെച്ചിട്ടാണ് ഞാൻ സാരിയിൽ വരയ്ക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഷാഡോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാരിയുടെ ഏത് സൈഡിലാണോ ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ നല്ല സൈഡ് വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോഴാണ് ബാക്ക് സൈഡിൽ ഡിസൈൻ കാണുള്ളൂ. എന്നിട്ട് ബാക്ക് സൈഡിൽ വേണം നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനായിട്ട്. എന്നാലേ അത് ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുള്ളൂ കേട്ടോ. ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന പോലത്തെ ഡിസൈനാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഒത്തിരി എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ല. നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിത്. കണ്ടോ, മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ, അത് നമ്മൾ ഏത് കളർ സാരിയാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ആപ്റ്റായിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക. ചിലർക്ക് നമ്മുടെ സാരിയുടെ കുറച്ച് ഡാർക്കോ ലൈറ്റോ കളറായിരിക്കും യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം. ഞാൻ വിചാരിച്ചു ഈ സാരിയിൽ കുറച്ച് എന്താ പറയുക, കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ കൊടുക്കാമെന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാനിത് ചൂസ് ചെയ്തത്. ഫ്രെയിം വെക്കുന്ന സമയത്തും നല്ല വിടർത്തി സാരി വെക്കുക. എന്നിട്ട് ഫ്രെയിം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് സർക്കിൾ ആയിട്ട് കിട്ടും. ഇടയ്ക്ക് സാരി ഇങ്ങനെ വലിഞ്ഞൊന്നും നിൽക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത് തന്നെ ശ്രദ്ധിച്ച് ചെയ്യാം. അതേപോലെ ഒരു മീഡിയം സൈസ് ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഈസി ആയിരിക്കും. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കളർ ത്രെഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതെല്ലാം നീഡിൽ കോർത്ത് വെക്കുക. അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 3 സ്ട്രാൻഡ്സ് ത്രെഡാണ് കേട്ടോ വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്റ്റെം ചെയ്യാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാനിവിടെ സ്റ്റെം സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബാക്ക് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല സൈഡ് നോക്കുമ്പോഴേക്കും ഇതൊരു ബാക്ക് സ്റ്റിച്ച് പോലെ ഇരിക്കും. നമുക്ക് എപ്പോൾ നമ്മൾ ഈ ഇതേപോലെ ഷാഡോ വർക്ക് ചെയ്യുന്ന സമയത്തും ഇതേപോലത്തെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ബാക്ക് സൈഡ് എപ്പോഴും ബാക്ക് സ്റ്റിച്ച് പോലെ. അപ്പോൾ ലീഫും അതിൻ്റെ ഈ സ്റ്റെമ്മും ഒരേപോലെ ഇരിക്കും. ആ സെയിം ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ബാക്ക് സ്റ്റിച്ചിൽ സ്റ്റെം ചെയ്യാം, പക്ഷെ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. എനിക്കപ്പോൾ തോന്നി സ്റ്റെം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടിത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമെന്ന്. അതുപോലെ ലീഫ് ചെയ്യാനായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്രോസ് സ്റ്റിച്ച് എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഈ ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. അത് നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് കാണാം കേട്ടോ. എന്നാൽ ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നൊരു സ്റ്റിച്ചാണ്. ഈസിയാണ്, അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നൊരു സ്റ്റിച്ചാണ് ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വളരെ എന്താ പറയുക, സ്ലോ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ആൻഡ് ഇതേപോലെ ചെയ്ത് നോക്കുക. ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ഓർഗൻഡി സാരിയാണ്. ഈ സെയിം വർക്ക് നമുക്ക് നെറ്റ് കോട്ട സാരിയിലും അതേപോലെ സിൽക്കി കോട്ട സാരിയിലും ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സോഫ്റ്റ് ഓർഗൻഡിയാണ്. എന്നുവെച്ചാൽ സാരിയുടെ മെറ്റീരിയൽ കുറച്ചുകൂടി തിക്കാണ്, അതേപോലെ ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. നെക്കോട്ട് നമ്മുടെ എന്താ പറയുക, റീസണബിളായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ മെറ്റീരിയലും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലുമാണ്. അപ്പോൾ 2 സാരിയിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും പേഴ്സണലി ഞാൻ ഇച്ചിരി ടഫായിട്ടുള്ള വർക്കൊക്കെ ചെയ്ത സമയത്ത് ഇതേപോലെ സോഫ്റ്റ് ഓർഗൻഡി സാരിയാണ് പ്രിഫർ ചെയ്യുന്നത്. ഒത്തിരി മെസ്സേജസും കോൾസും വരുന്നുണ്ട് പുതിയ പുതിയ ഡിസൈൻസിനെയൊക്കെ കുറിച്ചിട്ട്. അപ്പം ഞാൻ പുതിയ ഡിസൈൻസ് ഒത്തിരി വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഡിസൈൻസിൽ കൂടുതലും ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന ഡിസൈൻസാണ്. എങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് വേണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഓരോ ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഓരോന്നും വരച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് പിക്ചർ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സാരി വർക്ക് ചെയ്തതിൻ്റെ വീഡിയോയും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയൊരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1 വീക്കെങ്കിലും ഞാൻ അതിൻ്റെ പുറകെ അത് ഏത് സാരിയിൽ വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും, അതുപോലെ ഏത് കളേഴ്സ് അതിന് മാച്ചായിട്ട് വരും, അങ്ങനെയൊക്കെ നോക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 1 വീക്ക് ഒക്കെ എടുത്തത് ചെയ്തിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും പിന്നെയും ഒരു 1 വീക്ക് കൂടിയാവും. അതുകൊണ്ടാണ് വീഡിയോ
ഡെയിലി ഇടാനായിട്ട് സാധിക്കാത്തത്. പിന്നെ അതുപോലെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ഒത്തിരി ടയേർഡായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് സമയമാണ് എനിക്ക് ഈ വീഡിയോയ്ക്കും എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ പറ്റുന്ന മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ പുതിയ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കളേഴ്സ് ഒക്കെ വെച്ചിട്ട് മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് മാക്സിമം ഞാൻ ചെയ്യുന്ന ഒരു സ്പീഡിലാണ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് മാക്സിമം സ്പീഡ് കുറച്ചിട്ട് എങ്ങനെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലവറിൻ്റെ ബഡാണ്. ഫ്ലവറിൻ്റെ ബഡ് ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ സാരിയുടെ ഫ്രണ്ട് പോർഷനിലും ചെയ്യാം കേട്ടോ. ഇത് ചെയ്യാനായിട്ട് സാറ്റിൻ സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ച് വളരെ ഈസിയാണ്, അതേപോലെ ഫില്ലിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുന്ന മൂന്നാമത്തെ സ്റ്റിച്ചാണിത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് അതിൻ്റെ സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തു. സെക്കൻഡ് ഞാൻ ചെയ്തത് ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. ദെൻ തേർഡ് വരുന്നത് സാറ്റിൻ സ്റ്റിച്ച്. പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സ്റ്റിച്ചും യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്കിപ്പോൾ കൺവീനിയൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈസി ആയിട്ടോ ചെയ്യാൻ പറ്റിയ വേറെ സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കിതിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ ബഡ് ചെയ്യാനായിട്ട് ഞാൻ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് ഫ്ലവർ ചെയ്യാം. ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. അത് കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. ഒരു സാരി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 1-2 വീഡിയോസൊക്കെ വാച്ച് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റിച്ച് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസൈനിൽ എങ്ങനത്തെ അതായത് ഫ്ലവേഴ്സ് ലീവ്സൊക്കെയാണ് വരുന്നത്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ചസ് സെലക്ട് ചെയ്യുക. ഞാനൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഒത്തിരി ആലോചിക്കാറുണ്ട് കേട്ടോ, ഏത് ഡിസൈൻ വരണം. പിന്നെ ഈ സാരി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല ഞാനൊരു ഷാഡോ വർക്കാണ് ഇതിൽ ചെയ്യുന്നതെന്ന്. ഞാൻ ആക്ച്വലി നോർമൽ ഒരു എംബ്രോയ്ഡറി വർക്ക് പോലെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സാരി എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എക്സ്ക്യൂസ് മീ സോച്ച, ഇതിൽ നമുക്ക് ഷാഡോ വർക്ക് ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കേട്ടോ ഷാഡോ വർക്ക് എന്നുള്ളൊരു കാര്യം ഞാൻ ഇതിൽ കൊണ്ടുവരുന്നത്. അറ്റ് ദ സെയിം ടൈം ഞാൻ ചിന്തിച്ചു, ഞാൻ കുറച്ച് പ്രൊജക്ഷനൊക്കെ ഈ ഒരു ഫ്ലവർ ബഡിന് കൊടുക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഷാഡോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലവർ ബഡ് ഞാൻ ഉദ്ദേശിച്ച പോലെ സെയിം ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഇതിൽ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഞാനിതിൽ കൊണ്ടുവന്നത്. ഫ്ലവർ ബഡിൻ്റെ ഒരു മെയിൻ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലൊരു കളർ കൂടി യൂസ് ചെയ്യാം, എന്നാലാണ് ഫ്ലവർ അതായത് ഈ ഫ്ലവറിൻ്റെ ബഡ് കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ. സിംഗിൾ കളർ വരുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിതിൽ 3 കളേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലവർ ചെയ്യാനായിട്ട്. അതിൽ ഏറ്റവും ഡാർക്ക് കളറും ഏറ്റവും ലൈറ്റ് കളറും യൂസ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഈ ബഡിൻ്റെ കളർ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പം നല്ല ഡാർക്കായിട്ടുള്ള ബ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ബ്ലൂ ആണിപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സെയിം സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലവർ ബഡ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലവേഴ്സും ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഈ ബഡിൻ്റെ സ്റ്റെമ്മും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഫ്ലവർ ബഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയാവും. ഇതിൽ ഞാൻ 2 കളറാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കളറിൽ കൂടുതൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്ലവർ ബഡ് കൂടി ചെയ്തിട്ടൊന്ന് നോക്കാം. അതിന് മുമ്പ് ഇത് നമുക്കൊന്ന് ടൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഫ്ലവർ ബഡിൻ്റെ താഴെയുള്ള സ്റ്റെം കൂടി ചെയ്യാം. അതുകൂടി ചെയ്താൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഇതേപോലെ ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്യുക ഫസ്റ്റ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് താഴേക്ക് സ്റ്റെം ചെയ്യാം. അങ്ങനെ നമ്മുടെ ബഡിനെയും ഈ ഡിസൈൻ്റെ സ്റ്റെമ്മിനെയും കൂടി നമുക്ക് കണക്ട് ചെയ്യാം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഭംഗിയായിട്ട് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഹറിബറി ആയിട്ട് ചെയ്യാതെ കുറച്ച് സമയം എടുത്ത് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ, ഞാൻ ഇതിൻ്റെ 2 സൈഡിലും ചില പോർഷൻസൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണോ, ഫ്രണ്ടിൽ ചെയ്താണോ അതല്ലെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്യുന്നതാണോ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ.
കണ്ടോ, ഇവിടെ ഞാൻ സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെമ്മിൻ്റെ ലൈനെ നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോർഷനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ബഡിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയി. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒരു 2 or 3 ടൈംസ് കാണുവാണെങ്കിലായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതേപോലൊരു വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1-2 പ്രാവശ്യം ഇതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അതുപോലെ ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള പിക്ചേഴ്സ് എല്ലാം ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. ഞാനൊരു ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട് ഏതൊക്കെ പിക്ചേഴ്സാണ് കയ്യിലുള്ളതെന്ന് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാവും. ഇതാണ് നമ്മുടെ ഒരു ചെറിയ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓരോ വർക്ക് ചെയ്യുമ്പോഴും കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷനാണ് അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന്. നെക്സ്റ്റ് ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗങ്ങൾ, അതായത് ഈ 2 പോർഷൻ ഞാൻ ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ മിഡിൽ പോർഷൻ വരുന്നത് നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സാറ്റിൻ സ്റ്റിച്ച് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റിച്ചാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഈ സാറ്റിൻ സ്റ്റിച്ച്. അപ്പോൾ അത് ഇതേപോലെ ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് അടുപ്പിച്ച് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താലാണ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 strands ത്രെഡ് യൂസ് ചെയ്യുക സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അതല്ലെന്നുണ്ടെങ്കിൽ 3 strands യൂസ് ചെയ്യുക കേട്ടോ. ഈ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാനൊരു 4 കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മിഡിലിൽ വരുന്നൊരു ബ്ലൂ കളറാണ്. പിന്നെ ഫ്ലവറിൻ്റെ ചുറ്റുമുള്ള പോർഷൻ ചെയ്യാനായിട്ട് ഏറ്റവും ഡാർക്കായിട്ടുള്ള ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിൽ വരുന്ന പോർഷൻ ചെയ്യാനായിട്ട് ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ഏറ്റവും നടുക്ക് വരുന്ന പോർഷനിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ക്രീം കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഈ 4 കളേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. 4 കളേഴ്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കളറും നീഡിൽ കോർത്തെടുക്കുക, ഇടയ്ക്ക് ത്രെഡ് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഫിനിഷ് ചെയ്ത് വരുമ്പോഴേക്കും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്താലും കുറച്ച് എന്താ പറയുക, കളേഴ്സ് കൂടുതൽ യൂസ് ചെയ്താൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു ഔട്ട്പുട്ട് വരുന്നത് വളരെ ഭംഗിയായിരിക്കും. അതേപോലെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ അതിൽ നിന്ന് കിട്ടും. ഞാനെപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ കളേഴ്സ് എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം അത് നമ്മുടെ വർക്കിൽ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അല്ലാതെ ഹറിബറിയായിട്ട് ചെയ്ത് തീർക്കണം എന്നൊന്നും ചിന്തിക്കില്ല കേട്ടോ. ഈ ഫ്ലവർ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇനി നമുക്ക് ഫ്ലവർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ ഒരു വി പോലെ വരുന്നൊരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യുവാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, 6 strands എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രൊജക്ഷൻ കൂടുതൽ കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ 3 strands യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഒരു സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മാക്സിമം സാരിയിൽ ത്രെഡ് വെച്ച് നോക്കും, എന്നിട്ട് മാച്ച് ആവുമെന്ന് നോക്കിയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കളർ ത്രെഡ് കയ്യിലുണ്ടാവും. എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം എംബ്രോയ്ഡറി ചെയ്യാൻ വാങ്ങുമ്പോഴും കുറച്ച് ത്രെഡ് ബാലൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ത്രെഡെല്ലാം കറക്റ്റായിട്ടൊരു ബോക്സിൽ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മാക്സിമം എല്ലാ കളറും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് സാരിയുടെ കളറിൻ്റെ മുകളിൽ ഈ ത്രെഡെല്ലാം വെച്ച് നോക്കിയിട്ട് അതിന് ഏകദേശം മാച്ചാവുന്ന ഏതാണെന്ന് നോക്കും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സാരിയിൽ ഷാഡോ വർക്ക് ആയതുകൊണ്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺട്രാസ്റ്റ് കളർ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ച പിങ്കിൻ്റെ തന്നെ ഷെയ്ഡ്സ് യൂസ് ചെയ്താലോ എന്നാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് ഇതേപോലെ ഒരു കോൺട്രാസ്റ്റ് കളർ സെലക്ട് ചെയ്തത്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഇതാണ് പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ. ഈ സെയിം സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലവറിൻ്റെ നമ്മൾ നേരത്തെ ചെയ്ത പോർഷൻ്റെ മേൽഭാഗം കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതും നല്ല തിക്കായിട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം ഈ ഫ്ലവറിന് ചുറ്റും നമ്മൾ ഷാഡോ വർക്ക് ചെയ്യാനായിട്ട്. ഈ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഇങ്ങനെ ആലോചിച്ചു. അതായത് നമുക്ക് ഏതൊക്കെ വേറെ സ്റ്റിച്ച് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്.
എനിക്ക് തോന്നുന്നു ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറമെയുള്ള ഭാഗം ചെയ്താലും ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആ ഭാഗം ചെയ്തിട്ട് വേണം മിഡിലിൽ വരുന്ന ഈ പോർഷൻസ് പ്രൊജക്ഷൻ ചെയ്ത് ചെയ്യാനായിട്ട്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അതേപോലെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പറ്റാവുന്നവരെ എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ അതിൽ എനിക്ക് മെസ്സേജ് ഇടുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി പേരിങ്ങനെ നമ്പർ ഏതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കോൾ ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇത് സെയിം കോൺടാക്റ്റ് ചെയ്യാനും അതേപോലെ വാട്സപ്പ് മെസ്സേജ് ഇടാനും ഉള്ള സെയിം നമ്പർ അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ഇടുവാണെങ്കിൽ ഞാൻ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് ഇത് വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്ത് നോക്കിയ ഫോട്ടോസൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. നമ്മുടെ ഫ്ലവറിൻ്റെ ചെറിയൊരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. ഇതേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. എല്ലാ വീഡിയോയിലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിപ്പീറ്റേഷൻ വരാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു 2-3 ടൈംസ് ഫ്രഞ്ച് നോട്ട് ചെയ്താൽ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണാം കേട്ടോ. അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രഞ്ച് നോട്ടിൻ്റെ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെയുള്ള വീഡിയോ കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് അധികം സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വരുമ്പോഴേക്കും നമ്മുടെ വീഡിയോ മാക്സിമം ലെങ്തി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചില സ്റ്റിച്ചസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പോർഷൻ മാത്രം കാണിക്കുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ റെഗുലറായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന ഓരോ സ്റ്റിച്ചസും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പോർഷൻ കാണിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലവറിൻ്റെ ഔട്ട്സൈഡ് വരുന്ന പോർഷൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ആ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം ചെയ്യുന്നത് സാരിയുടെ ബാക്ക് സൈഡിൽ, അതായത് നല്ല വശത്തല്ല, നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഉള്ളിൽ വരുന്ന വശത്തായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അതായത് കുറച്ച് പോർഷൻസിന് ടൈ ചെയ്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ടൈ ചെയ്ത പോർഷൻസ് ബാക്കിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റിച്ചും കണക്ട് ചെയ്ത് വരാനായിട്ട് നോക്കുക. നമ്മുടെ പ്രീവിയസ് സ്റ്റിച്ചിൻ്റെ അടുത്ത് തന്നെ വേണം നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ച് എടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴാണ് താഴെ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ചസ് അടുത്തടുത്ത് കാണുള്ളൂ. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഈ ഡിസൈൻ എനിക്ക് നോർമലി ചെയ്യുന്ന ഡിസൈനേക്കാളും കുറച്ച് ഈസി ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ ഒത്തിരി ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാനും സാധിച്ചു. ഈ സാരി കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എൻ്റെ കംപ്ലീറ്റ് ഡിസൈൻസ് നിങ്ങളെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ കാണിക്കുന്നുണ്ട്. അതുപോലെ എങ്ങനെയാണ് ഈ സ്റ്റിച്ചസ് എല്ലാം ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വെച്ചാൽ ഒത്തിരി സമയം എടുക്കും. ചിലപ്പോൾ ഞാൻ ചില സാരീസ് ഹോൾഡ് ചെയ്യാറുണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ. വേറെ ഡിസൈൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. അതിന് ശേഷം എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടി ഭംഗി കൂടുതൽ തോന്നി. അപ്പോൾ എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു ഡിസൈനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. ചില ഡിസൈൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഭംഗിയായിട്ട് തോന്നും. കണ്ടോ, ഈ ഫ്ലവർ നോക്കി. ഈ ഫ്ലവറിൻ്റെ ഉൾവശം കൂടി നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്യാം. പക്ഷെ അതുപോലെ ചെയ്താൽ ഇത്രയും ഒരു ഫിനിഷിങ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉള്ളിലെ പോർഷൻസ് കുറച്ച് പ്രൊജക്ഷൻ കൊടുത്ത് ചെയ്തത്. നിങ്ങളപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. വേറൊരു സജഷൻ കൂടി ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈനിൽ 2 കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബഡ്സും ഫ്ലവേഴ്സും ഇടയ്ക്കിടയ്ക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുവാണെങ്കിലും ഭംഗിയായിരിക്കും. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട്, എനിക്കിതിലൊരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വേണമെന്ന് തോന്നി. ഒത്തിരി ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ടാണ് ഈ കളർ മാത്രം ഞാനിതിൽ യൂസ് ചെയ്യുന്നത്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.